ഹജ്ജ് കർമ്മം നടക്കുന്ന സ്ഥലങ്ങളിലെ പ്രധാന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ സൗദി ആരോഗ്യമന്ത്രി പരിശോധിച്ച് ഉറപ്പുവരുത്തി. 50 കിടക്കകൾ വരെ ഉൾക്കൊള്ളുന്ന നമീറ പെഡസ്ട്രിയൻ ആശുപത്രി അടക്കം മന്ത്രി സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഹാജിമാർക്ക് മികച്ച സേവനമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിലേതടക്കം ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ നിരവധി ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാലൈൻ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയുണ്ടായി. ആരോഗ്യ സേവനങ്ങളുടെ സന്നദ്ധത, പ്രവർത്തന കാര്യക്ഷമത, ഹജ്ജ് സീസണിനായുള്ള മൊത്തത്തിലുള്ള തയ്യാറെടുപ്പ് എന്നിവ മന്ത്രി അവലോകനം ചെയ്തു. ആരോഗ്യ മേഖലയുമായുള്ള സഹകരണ പരിപാടിക്കും തീർത്ഥാടക അനുഭവ പദ്ധതിക്കും അനുസൃതമായി തീർത്ഥാടകർക്ക് സംയോജിതവും ഉയർന്ന നിലവാരവുമുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് പരിശോധനയുടെ ലക്ഷ്യം. ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഹാജിമാർക്ക് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തമാക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മിന എമർജൻസി ഹോസ്പിറ്റൽ 2 മന്ത്രി സന്ദർശിച്ചു. ഈ വർഷം മിന എമർജൻസി ഹോസ്പിറ്റൽ 2ന്റെ ശേഷി 100% വർദ്ധിപ്പിച്ച് 400 കിടക്കകളായി ഉയർത്തിയിട്ടുണ്ട്. 3 നിലകളുടെ നിർമ്മാണവും 18,000 ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുള്ള ഒരു അനക്സും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. തടസ്സമില്ലാത്തതും സംയോജിതവുമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് മിന എമർജൻസി ഹോസ്പിറ്റൽ 1മായി മിന എമർജൻസി ഹോസ്പിറ്റൽ 2നെ ഒരു പാലം വഴി ബന്ധിപ്പിച്ച് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ജാഫർ അലി, പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, മക്ക.